പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് മുന്നറിയിപ്പ്. ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജോലിയെയും വരുമാനത്തെയും ഇത് ബാധിച്ചേക്കാം. കോവിഡ് കാലത്തെ പോലെ വലിയ സാമ്പത്തിക ആഘാതം വരും ദിവസങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടേക്കാമെന്ന് ILO പറയും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയായ ILO മുന്നറിയിപ്പ് നൽകി. ഗൾഫിലുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജോലിയെയും വരുമാനത്തെയും ഇത് ബാധിച്ചേക്കാം. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിലും വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പശ്ചിമേഷ്യയിലെ സംഘർഷം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ നിർമ്മാണം, ഗതാഗതം, വ്യാപാരം, സേവനം തുടങ്ങിയ മേഖലകളിൽ തിരിച്ചടിയുണ്ടാകും. ഈ മേഖലകളിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭൂരിഭാഗം പ്രവാസികളും ജോലി ചെയ്യുന്നത്. എണ്ണവില ഉയരുന്നതും ഗതാഗത തടസ്സങ്ങളും വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങളും കാരണം കമ്പനികളുടെ ചെലവ് കൂടും. ഇതോടെ പുതിയ നിയമനങ്ങൾ കുറയുന്നതിനൊപ്പം ചില മേഖലകളിൽ തൊഴിലവസരങ്ങൾ ചുരുങ്ങുകയും ചെയ്യാമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഈ വർഷവും 2027 ലോകത്താകമാനം കോടിക്കണക്കിന് ആളുകളുടെ വരുമാനം കുറയാൻ ഈ പ്രതിസന്ധി കാരണമായേക്കാം. ഗൾഫ് രാജ്യങ്ങൾ വിദേശ തൊഴിലാളികളിലുള്ള ആശ്രയം കുറച്ചാൽ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണത്തിലും കുറവുണ്ടാകും. കോവിഡ് കാലത്തെ പോലെ വലിയ സാമ്പത്തികാഘാതം നിലവിലെ പ്രതിസന്ധിയും സൃഷ്ടിച്ചേക്കാമെന്നാണ് ILOയുടെ മുന്നറിയിപ്പ്. മധ്യപൂർവേഷ്യയിലെ സ്ഥിതി ദീർഘകാലം തുടരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരിക പ്രവാസി തൊഴിലാളികളായിരിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.